അതിനായിട്ട് ഫസ്റ്റിൽ ഇടുന്ന കരിവേപ്പില, പച്ചമുളക്, ഗാർലിക്, ഉള്ളി, വെളുത്തുള്ളി, സവാള. ഇത് നമ്മളൊന്നും ഇങ്ങനെയൊന്നും കറി വയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഇത് മോൾഡിയൻ ഡിഷ്. അതാദ്യം ഉള്ളി ഇടുന്നു. ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി. വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം. പച്ചവെള്ളം കൂടെ ഉണ്ടാക്കും. വഴറ്റിയിട്ട് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും ഇത് ടൊമാറ്റോ പേസ്റ്റ്. ഇത് പാലൊഴിച്ചാണ് കറി വയ്ക്കുന്നത്, തേങ്ങാപ്പാൽ. ഇത്തിരി നേരം അടച്ച് വയ്ക്കാം. ഇതിൽ നമുക്കിനി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് മുളക് കുറച്ച് മതി. അതുമല്ല, എരി അനുസരിച്ച് മുളക് ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് മുളക് ഒന്ന് വരട്ടി കൊടുത്തിട്ട്, ഒന്ന് വരട്ടി കൊടുത്തിട്ട് അതിൽ ചുമക്കാനും തുടങ്ങി. ഇനി ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഫസ്റ്റിൽ ഉപ്പിട്ട് ഇതിൽ ഇതാണ് ചൂര. നല്ല ചൂര മീനാണ്. ഇതിൽ അതിൽ ചൂര മീനിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ കൂടി വരും. അപ്പോഴത്തേക്കും കുറച്ച് അടച്ച് വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ചൂര ആയതുകൊണ്ട് നല്ല ഫ്രഷ് ചൂരയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നല്ലപോലെ വേവാത്തത് കൊണ്ട് പൊടിയൊന്നുമില്ല. വെന്ത് കഴിയാൻ ചിലപ്പോൾ പൊടിയും. എന്നാലും ചൂര മീൻ വലുതായിട്ട് പൊടിയൊന്നുമില്ല. ഒന്നുകൂടെ 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നീട് ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കാം. ഇനി ഒരു പരുവായി. ഇനി നമുക്ക് കുറച്ച് 2ാം പാൽ ഒഴിച്ച് വയ്ക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഇത് കറക്റ്റായിരിക്കും. എന്നാലും ഉപ്പ് നോക്കിയിട്ട് ശകലം ഉപ്പ്. പുളിഞ്ചിക്ക ഇടുന്നില്ലേ? പുളിഞ്ചിക്ക ഇടുന്നത് കൊണ്ട് ഇത്തിരി ഉപ്പ് മുന്നിട്ട് വയ്ക്കണം. നല്ലതുപോലെ ഒരു 5-8 മിനിറ്റ് ഒന്ന് തിളച്ച് നല്ലപോലെ തിളയ്ക്കണം. ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇനി നമുക്ക്
ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കാം. ഇത് ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോ എടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇത്രയും മതി, കുറച്ച് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് പുളിഞ്ചിക്ക, ഒരു വലിയ പുളിഞ്ചിക്കയാണ്. അപ്പോൾ ഇതൊക്കെ വെന്തതിന് ശേഷം ഇതിട്ടാൽ മതി, അല്ലെങ്കിൽ ഇതിന് രുചി മാറും. ഇതിൻ്റെ മറ്റേ നല്ല രുചിയായിരിക്കും ഇത് ലാസ്റ്റിൽ ഇടുമ്പോഴത്തേക്ക്. ഉപ്പൊക്കെ പിടിച്ച് നല്ല ലാസ്റ്റിൽ ഈ പുളിഞ്ചിക്ക നിർത്തുന്നതിന്, നമ്മൾ സ്റ്റൗ ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പുളിഞ്ചിക്ക ഇട്ടാൽ അത് വലിയ പ്രത്യേക ഒരു രുചിയാണ്. മറ്റേത് രുചിയൊക്കെ പോയി കിടക്കും. പുളിഞ്ചിക്ക തിന്നാൻ ഒരു വേറെ ടേസ്റ്റാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റിൽ കട്ടിപ്പാൽ ഒഴിക്കാം. ഇത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇത് തോന്നിയിരിക്കും, ഇത് എത്രയും വേണ്ട. എന്നിട്ട് പതിഞ്ഞ് ശകലം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഓഫാക്കണം. എന്നിട്ട് വേണമെങ്കിൽ ശകലം കരിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ ഇട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന്. രാത്രിയിലായതുകൊണ്ട് ഇതെങ്ങനെ ഭംഗിയായിട്ട് കിട്ടുന്ന കാണുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. രാത്രിയിലായിരുന്നു എനിക്ക് സമയം കിട്ടിയത്. അപ്പോഴത്തേക്ക് ഞാൻ ഇതുണ്ടാക്കി ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞു. ഇതിനി മതി, ഇത്രയും മതി. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചപ്പാത്തിയിലൂടെയാണ് കഴിക്കുന്നത്. അപ്പം ചപ്പാത്തിയിലൂടെ വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ബാസ്മതി അരിയുടെ കൂടെയൊക്കെ കഴിക്കാം. അങ്ങനെ മാൽദ്വീപ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും. മാൽദ്വീപിലെ ഒരു കറി റെഡി ആയിട്ടുണ്ട്. ടണ്ടടാ. ചപ്പാത്തിയും കറി റെഡി ആയിട്ടുണ്ട്. കറി, ചപ്പാത്തി. ഇനി കഴിച്ചാൽ മതി. ഗുഡ് നൈറ്റ്.